നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും നമ്മുടെ ഈ ജീവിതത്തിൽ എന്താണ് ഏറ്റവും വിലമതിക്കപ്പെടുന്നത് എന്ന്? അതായത് നിങ്ങളുടെ ഐഡന്റിറ്റിയാണോ, അതോ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും പിന്നിലെ നിങ്ങളുടെ ഉള്ളിലെ ഉദ്ദേശങ്ങളാണോ? അതോ ആ പ്രവൃത്തികൾ മാത്രമാണോ? അല്ലേ? അതെ, കൃത്യമായിട്ട്. അതോ ആ പ്രവൃത്തികൾ മാത്രമാണോ എന്ന്. അപ്പോൾ ഈയൊരു പുതിയ ഡീപ്പ് ഡൈവിലേക്ക്, ഈ ആഴത്തിലുള്ള ചർച്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മതം, സ്വത്വം, പിന്നെ നമ്മുടെ ദൈനംദിന പ്രവൃത്തികൾ, ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ കാലാകാലങ്ങളായി വിശ്വസിച്ചു പോരുന്ന പല ധാരണകളെയും അപ്പാടെ പൊളിച്ചെഴുതുന്ന ചില കുറിപ്പുകളാണ്. വളരെ ശരിയാണ്. ഇതൊരു സാധാരണ വാർത്താവായനയല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ പറയണം. തീർച്ചയായുമല്ല. ഈ ചർച്ചയിൽ നമ്മൾ അടിസ്ഥാനമാക്കുന്നത് ഖുറാനിലെ സൂറ ഫുസ്സിലത്ത് 41:40 എന്ന വചനത്തെ മുൻനിർത്തി ഒരാൾ നടത്തിയ ചില ആഴത്തിലുള്ള വ്യക്തിപരമായ നിരീക്ഷണങ്ങളാണ്. ഇവിടെ നമ്മൾ എന്താ പറയുക, ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെയോ വിശ്വാസത്തെയോ പിന്തുണയ്ക്കുകയല്ല ചെയ്യുന്നത്. അല്ലല്ല, ഒരിക്കലുമല്ല. മറിച്ച് നമ്മൾ ചെയ്യുന്നത് ഈ കുറിപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു ഫിലോസഫിയെ ഒരു പുതിയ കോണിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതെ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? മനുഷ്യരെന്ന നിലയിൽ നമ്മൾ എപ്പോഴും പലതരം ലേബലുകൾക്ക് പിന്നിൽ ഒളിക്കാൻ ശ്രമിക്കാറുണ്ടല്ലോ. അതെ. ഈ സ്രോതസ്സുകളിലൂടെ കടന്നുപോകുമ്പോൾ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ കാര്യം അതാണ്. അതായത് അത് ഈ ലേബലുകളെ എത്ര നിഷ്കരണമാണ് ചോദ്യം ചെയ്യുന്നതെന്ന്. ഈ കുറിപ്പുകൾ പ്രകാരം ദൈവം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം കാര്യങ്ങളെ കാണുന്നത് നമ്മൾ മനുഷ്യർ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ഉയർന്ന, തികച്ചും വ്യത്യസ്തമായൊരു തലത്തിൽ നിന്നാണ്. ഓ, എന്നുവെച്ചാൽ നമ്മുടെ ഈ ഐഡന്റിറ്റികൾക്കൊന്നും അവിടെ വലിയ സ്ഥാനമില്ല എന്നാണോ? കൃത്യമായി പറഞ്ഞാൽ അതെ. അവിടെ നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങൾക്കോ നാം ഏതു മതത്തിൽ വിശ്വസിക്കുന്നു എന്നതിനോ അല്ല മുൻഗണന. ആ ആശയം തന്നെയാണ് എന്നെയും ഇരുത്തി ചിന്തിപ്പിച്ചത്. നമ്മൾ മനുഷ്യർ പലപ്പോഴും മതങ്ങളെയും വിശ്വാസങ്ങളെയുമൊക്കെ കേവലം ചില ആരാധനാകർമ്മങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന കൂട്ടത്തിൽ പെട്ടവരാണ് എന്ന് കാണിക്കാനുള്ള ഒരു ബാഡ്ജോ ആയിട്ടാണല്ലോ കാണുന്നത്. അതെ, വെറുമൊരു ബാഡ്ജ്. എന്നാൽ ഈ കുറിപ്പുകളിൽ പറയുന്ന ആ വചനമുണ്ടല്ലോ, അതായത് നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവൻ കാണുന്നുണ്ട് എന്നത്, അതിന് തികച്ചും വ്യത്യസ്തമായൊരു അർത്ഥമാണ് ഈ കുറിപ്പുകൾ നൽകുന്നത്. ശരിക്കും ഇതിന്റെ യഥാർത്ഥ ഉള്ളടക്കം എന്താണെന്നാണ് ഇവർ വിശദീകരിക്കുന്നത്. ആ വചനത്തിന്റെ വ്യാഖ്യാനത്തിലാണ് ഇതിന്റെ ഏറ്റവും വലിയ കാതലിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സ്വാതന്ത്ര്യം നൽകുന്നതിനൊപ്പം തന്നെ വലിയൊരു ഭാരം കൂടി നമ്മുടെ ചുമലിൽ വെക്കുന്നുണ്ട്. ഭാരമോ? അതെങ്ങനെയാണ് ഭാരമാകുന്നത്? അതായത് ദൈവം നമ്മെ അളക്കുന്നത് നമ്മൾ കൊണ്ടു നടക്കുന്ന ആശയങ്ങളുടെയോ തിയോളജിയുടെയോ പേരിലല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഈ കുറിപ്പുകൾ വാദിക്കുന്നത്. ഓക്കേ. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത് എന്നെല്ലാം ഒരുപക്ഷെ ദൈവത്തിന് അറിയാമായിരിക്കാം. പക്ഷെ ഔദ്യോഗികമായി അന്തിമമായി കണക്കിലെടുക്കപ്പെടുന്നത് നമ്മൾ എന്ത് ചെയ്തു എന്നത് മാത്രമാണ്. എന്നുവെച്ചാൽ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നതിലല്ല കാര്യം. അതെ, നമ്മുടെ വിധിയെ നിർണയിക്കുന്നത് നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാതെ നമ്മൾ വിശ്വസിക്കുന്ന തിയറികളല്ല. അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്രയും കാലം വലിയ അഭിമാനത്തോടെ കൊണ്ടു നടന്നിരുന്ന പല സ്വത്വങ്ങൾക്കും, അതായത് നമ്മുടെ ഐഡന്റിറ്റികൾക്കും വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ്. ശരിയാണ്. ആളുകൾ പലപ്പോഴും താങ്കൾ ഹിന്ദു ആണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ മുസ്ലിമാണെന്നോ അല്ലെങ്കിൽ അമേരിക്കൻ, ആഫ്രിക്കൻ, ചൈനീസ് എന്നൊക്കെയുള്ള സ്വത്വങ്ങളിൽ വലിയ അഭിമാനം കൊള്ളാറില്ലേ? എപ്പോഴും അങ്ങനെയാണല്ലോ. ഈ കുറിപ്പുകൾ വായിക്കുമ്പോൾ ഇതൊക്കെ വെറുമൊരു കൂട്ടത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയുള്ള ലേബലുകൾ മാത്രമാണെന്ന് തോന്നിപ്പോകും. സത്യത്തിൽ മനുഷ്യർക്ക് പരിണാമപരമായി തന്നെ ഒരു കൂട്ടത്തിന്റെ ഭാഗമായിരിക്കാൻ വലിയ താൽപ്പര്യമുണ്ട്. പ്രാചീനകാലത്ത് ഒരു ഗോത്രത്തിന്റെ ഭാഗമായിരിക്കുക എന്നത് ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായിരുന്നു. സർവൈവൽ. അതെ, ആ ഒരു മാനസികാവസ്ഥയുടെ തുടർച്ചയാണ് ഇന്നത്തെ ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സും മറ്റും. എന്നാൽ ഈ കുറിപ്പുകൾ വ്യക്തമാക്കുന്നത് ഒരു പ്രത്യേക മതത്തിലോ രാജ്യത്തിലോ ജനിച്ചതുകൊണ്ടു മാത്രം, അല്ലെങ്കിൽ ആ ഐഡന്റിറ്റി പേരുന്നതുകൊണ്ടു മാത്രം ഒരാൾക്ക് യഥാർത്ഥ സന്തോഷമോ ആത്മീയമായ ഉന്നതിയോ കണ്ടെത്താൻ കഴിയില്ല എന്നാണ്. ഒരു മുസ്ലിം ആയതുകൊണ്ടു മാത്രം ഒരാൾ നല്ലവനാകുന്നില്ല. മറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്, ശരിയായ പ്രവൃത്തികൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ അർത്ഥവത്തായൊരു ജീവിതം നയിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഐഡന്റിറ്റി എന്നത് എന്താ പറയുക, ഒരു എക്സ്ക്ലൂസീവ് ക്ലബിലെ അംഗത്വ കാർഡ് പോലെയാണെന്നാണ്. വോ, അതൊരു നല്ല ഉദാഹരണമാണ്. അല്ലേ?
ആ കാർഡ് നമ്മുടെ പോക്കറ്റിലുള്ളതുകൊണ്ട് മാത്രം നമ്മൾ വലിയ ആളാകുന്നില്ലല്ലോ. ആ ക്ലബ്ബിൽ കയറിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെയുള്ള മറ്റ് ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായും. ആ കാർഡ് കാണിച്ച് പുറത്തു നിൽക്കുന്നവരോട് നമുക്ക് അഭിമാനിക്കാം. പക്ഷേ അകത്ത് നമ്മുടെ പ്രവൃത്തികൾ മോശമാണെങ്കിൽ ആ കാർഡിനൊരു വിലയുമില്ല. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് ഈ കുറിപ്പുകളും മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ആ അംഗത്വ കാർഡ് വെറും ഒരു പ്രവേശനം മാത്രമാണ് നൽകുന്നത്. അല്ലാതെ നിങ്ങളുടെ വ്യക്തിത്വത്തിന് അതൊരിക്കലും ഒരു ഗ്യാരണ്ടി നൽകുന്നില്ല. ശരിയാണ്. ആളുകളെ അവരുടെ സ്വത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതിന് പകരം അവരുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുക എന്നതാണ് ഈ കുറിപ്പുകൾ ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷേ ഇവിടെ വലിയൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്താണ്? അതായത് എല്ലാവരും തങ്ങളുടെ സ്വത്വം എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്ന, സ്വന്തം ഐഡന്റിറ്റിക്കു വേണ്ടി പരസ്പരം പോരടിക്കാൻ പോലും തയ്യാറാകുന്ന ഈയൊരു കാലഘട്ടത്തിൽ ഈയൊരു ഐഡന്റിറ്റി ലെൻസ് അല്ലെങ്കിൽ സ്വത്വത്തിന്റെ കണ്ണട പൂർണ്ണമായും ഊരിവെച്ച് ആളുകളെ കേവലം അവരുടെ പ്രവൃത്തികൾ കൊണ്ട് മാത്രം വിലയിരുത്തുക എന്നത് നടപ്പുള്ള കാര്യമാണോ? അതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആളുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കില്ലേ? അത് വളരെ കഠിനമായൊരു പ്രക്രിയയാണ് എന്ന് ഈ കുറിപ്പുകളുടെ രചയിതാവും സമ്മതിക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അറിയാതെ അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കും. അതെ, അതൊരു സ്വാഭാവികമായ കാര്യമാണ്. അതൊരു സൈക്കോളജിക്കൽ ഡിഫൻസ് മെക്കാനിസമാണ്. എന്നാൽ ആ സുരക്ഷിതത്വബോധം പലപ്പോഴും നമ്മെ അന്ധരാക്കും. അവിടെയാണ് ഈ ഐഡന്റിറ്റി ലെൻസ് പൊട്ടിച്ചെറിയേണ്ടതിന്റെ ആവശ്യം വരുന്നത്. ശരി. ഇത് ചെയ്യാൻ നമ്മൾ ബോധപൂർവമായ ശ്രമം നടത്തണം. നമ്മുടെ സ്വന്തം പക്ഷത്തുള്ളവർ തെറ്റ് ചെയ്യുമ്പോഴും അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കുമ്പോൾ മാത്രമേ ഈ ഐഡന്റിറ്റിയുടെ ഭാരത്തിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ കഴിയൂ. അപ്പോ നമ്മൾ ആദ്യത്തെ വലിയൊരു ചിന്തയിലൂടെ കടന്നുപോയി. സ്വത്വത്തേക്കാൾ പ്രധാനം പ്രവൃത്തികളാണ് എന്നത്. ഇത് അംഗീകരിക്കുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ സ്വാഭാവികമായും ഉയർന്നുവരുന്ന മറ്റൊരു വലിയ ചോദ്യമുണ്ട്. എന്താണത്? അതായത്, പ്രവൃത്തികൾക്കാണ് ഇത്ര വലിയ സ്ഥാനമെങ്കിൽ ആ പ്രവൃത്തികൾക്ക് പിന്നിലെ നമ്മുടെ ഉദ്ദേശങ്ങൾക്ക്, അതായത് നമ്മുടെ ഇന്റൻഷൻസിന് ഇവിടെ യാതൊരു വിലയുമില്ലേ? അതാണ് അടുത്ത പോയിന്റ്. നമ്മളിൽ ഭൂരിഭാഗം പേരും കുട്ടിക്കാലം മുതൽ കേട്ടുവളർന്നൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്ക് പോലും ചിലപ്പോൾ മാപ്പുണ്ട് എന്ന്. അപ്പോ ഈ കുറിപ്പുകൾ ആ ധാരണയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവിടെയാണ് ഈ വിശകലനം കുറച്ചുകൂടി സങ്കീർണവും രസകരവുമാകുന്നത്. നമ്മൾ മനുഷ്യർ നമ്മുടെ തെറ്റുകളെ ഏറ്റവും കൂടുതൽ ന്യായീകരിക്കുന്നത് എന്റെ ഉദ്ദേശം നല്ലതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അതെ, എപ്പോഴും അങ്ങനെയാണ്. എന്നാൽ ഈ സ്രോതസ്സിൽ വളരെ വ്യക്തമായി പറയുന്നു, ദൈവം ഉദ്ദേശങ്ങളെക്കുറിച്ചല്ല, മറിച്ച് പ്രവൃത്തികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന്. അപ്പോൾ ഉദ്ദേശത്തിന് വലിയ കാര്യമില്ലേ? എത്ര വലിയ മഹത്തായ ഉദ്ദേശമുണ്ടെങ്കിലും അതൊരിക്കലും ഒരു മോശം പ്രവൃത്തിയെ ന്യായീകരിക്കുന്നില്ല. ഇതിൽ വളരെ കൗതുകകരമായൊരു ഉദാഹരണം രചയിതാവ് പറയുന്നുണ്ട്. നരകാഗ്നിയിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഈ ലോകം മുഴുവൻ നശിപ്പിക്കുക എന്നു പറയുന്നത് എത്രത്തോളം യുക്തിരഹിതമാണ്. ലോകം മുഴുവൻ നശിപ്പിക്കുകയോ? അതെ, വലിയൊരു നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ വലിയൊരു തിന്മ ചെയ്യുന്നു. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. തിന്മ എപ്പോഴും തിന്മ തന്നെയാണ്. അതിന് പിന്നിലെ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നാലും ശരി. ഉദ്ദേശം നല്ലതാണെങ്കിലും തെറ്റ് തന്നെയാണ് എന്ന വാദം വളരെ ശക്തമാണ്. പക്ഷേ അത് കേൾക്കുമ്പോഴെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് റോബിൻ ഹുഡിനെയാണ്. റോബിൻ ഹുഡോ? അതെ, പണക്കാരിൽ നിന്ന് മോഷ്ടിച്ച് പാവപ്പെട്ടവർക്ക് നൽകുന്ന നമ്മുടെ സ്വന്തം നായകൻ. ലോകമെമ്പാടുമുള്ള ആളുകൾ പ്രകീർത്തിക്കുന്ന സിനിമകളിലും കഥകളിലും നമ്മൾ ആഘോഷിക്കുന്നൊരു കഥാപാത്രമാണല്ലോ അത്. അപ്പോൾ റോബിൻ ഹുഡിന്റെ പ്രവൃത്തികൾക്ക് പിന്നിലെ ആ നല്ല ഉദ്ദേശത്തെ ഈ കുറിപ്പുകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കൃത്യമായി ഈ റോബിൻ ഹുഡിന്റെ ഉദാഹരണം തന്നെയാണ് ഈ കുറിപ്പുകളിലും രചയിതാവ് ചൂണ്ടിക്കാണിക്കുന്നത്. ശരിക്കും? അതെ, റോബിൻ ഹുഡിന്റെ രീതി ശരിയല്ല എന്ന് ഈ സ്രോതസ് അസന്ദിഗ്ധമായി വാദിക്കുന്നു. കാരണം പാവപ്പെട്ടവരെ സഹായിക്കുക, അവരുടെ വിശപ്പകറ്റുക എന്നത് തീർച്ചയായും വളരെ നല്ലൊരു ഉദ്ദേശമാണ്. അതെ. എന്നാൽ അതിനുവേണ്ടി റോബിൻ തിരഞ്ഞെടുക്കുന്ന വഴി മോഷണമാണ്. മോഷണമെന്നത് അടിസ്ഥാനപരമായി ഒരു തെറ്റായ പ്രവൃത്തിയാണ്. ഒരാളുടെ അവകാശത്തെ ഹനിക്കലാണ്. അതല്ല, ഒരു മിനിറ്റ്, ഇവിടെ എനിക്കൊരു വിയോജിപ്പുണ്ട്. പറയൂ. ഇതൽപ്പം കടുത്ത നിലപാടല്ലേ? അതായത്, വിശന്ന് മരിക്കാൻ പോകുന്ന കുറച്ച് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അമിതമായി സമ്പത്ത് കുന്നുകൂട്ടി വച്ചിരിക്കുന്ന ഒരാളിൽ നിന്ന് കുറച്ച് മോഷ്ടിക്കുന്നത് എങ്ങനെയാണ് വെറുമൊരു ക്രിമിനൽ മോഷണമായി കാണാൻ കഴിയുക? അത് പക്ഷേ
അല്ല, ചിന്തിച്ചു നോക്കൂ, പാവപ്പെട്ടവരുടെ വിശപ്പകറ്റാൻ വേണ്ടി മോഷ്ടിക്കുന്ന ഒരാളുടെ ഉള്ളിലെ നന്മയെയും വെറുതെ സ്വന്തം സുഖത്തിനു വേണ്ടി മോഷ്ടിക്കുന്ന ഒരു കള്ളനെയും ഒരേ തട്ടിൽ വയ്ക്കാൻ നമുക്ക് കഴിയുമോ? ആ ഉദ്ദേശത്തിനൊട്ടും വിലയില്ല എന്ന് പറയുന്നത് കുറച്ച് ക്രൂരമല്ലേ? നിങ്ങൾ ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒറ്റനോട്ടത്തിൽ ആർക്കും തോന്നാവുന്നൊരു സംശയം. ഇത് ക്രൂരമാണെന്ന് തോന്നാം. എന്നാൽ ഇതിന്റെ പിന്നിലെ വിശാലമായ യുക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആ യുക്തി? നല്ല ഉദ്ദേശ്യത്തിനു വേണ്ടി എന്ത് തെറ്റും ചെയ്യാം എന്നൊരു അലിഖിത നിയമം സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാവരും അവരവരുടേതായ നല്ല ഉദ്ദേശ്യങ്ങൾ കണ്ടുപിടിക്കുകയും തങ്ങളുടെ കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യും. അത് ശരിയാണ്. ഒരു തീവ്രവാദി ബോംബ് വയ്ക്കുന്നത് അയാളുടെ കാഴ്ചപ്പാടിൽ എന്തോ വലിയൊരു നന്മ ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഒരു ഏകാധിപതി ആയിരങ്ങളെ കൊന്നൊടുക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് ന്യായീകരിക്കും. അവിടെയെല്ലാം ഉദ്ദേശമെന്നത് ഒരു മറ മാത്രമായി മാറുന്നു. ഓ, അതൊരു വലിയ പോയിന്റാണ്. അതായത് ഈ ഉദ്ദേശങ്ങൾക്ക് മാർക്കിടാൻ തുടങ്ങിയാൽ ഓരോരുത്തരും അവരുടേതായ ന്യായീകരണങ്ങൾ കണ്ടെത്തും. അതോടെ സമൂഹത്തിൽ വലിയ അരാജകത്വം സൃഷ്ടിക്കപ്പെടും, അല്ലേ? കൃത്യം. അതുകൊണ്ടാണ് പ്രവൃത്തികൾക്ക് തന്നെ മുൻഗണന നൽകണമെന്ന് പറയുന്നത്. ഒരു പ്രവൃത്തി വസ്തുനിഷ്ഠമാണ്, അതെല്ലാവർക്കും കാണാം, അളക്കാം. എന്നാൽ ഉദ്ദേശം ആത്മനിഷ്ഠമാണ്, അത് ഓരോരുത്തർക്കും തോന്നുന്നതാണ്. അതെ അതെ. ഒരു നല്ല കാര്യം ചെയ്യാൻ തെറ്റായ വഴി ഉപയോഗിക്കാൻ പാടില്ല. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നില്ല എന്ന പഴയ തത്വം തന്നെയാണ് ഈ സ്രോതസ്സും വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങളുടെ ഉദ്ദേശം എത്ര പവിത്രമാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരു വ്യക്തിക്കോ സമൂഹത്തിനോ ദോഷം ചെയ്യുന്നതാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് വളരെ വ്യക്തമായി. നമ്മൾ സ്വയം വഞ്ചിക്കുന്നതിനുള്ള എല്ലാ പഴുതുകളും അടയ്ക്കുകയാണ് ഈ ചിന്തയിലൂടെ ചെയ്യുന്നത്. എന്റെ മനസ്സിൽ നന്മയായിരുന്നു എന്ന് പറഞ്ഞ് സ്വന്തം തെറ്റുകളിൽ നിന്ന് ഒളിച്ചോടാൻ ഇനി കഴിയില്ല. തീർച്ചയായും കഴിയില്ല. അപ്പോൾ പ്രവൃത്തികൾക്കാണ് ഏറ്റവും വലിയ വില എന്ന് നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കി. എന്നാൽ ഇത് കേൾക്കുന്ന പലർക്കും തോന്നും, ഇതെല്ലാം വലിയ വലിയ തത്വശാസ്ത്രങ്ങളല്ലേ എന്ന്. അങ്ങനെ തോന്നാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, അതായത് രാവിലെ എഴുന്നേറ്റ് തിരക്കിട്ട് ജോലിക്ക് പോയി വൈകുന്നേരം തളർന്ന് തിരിച്ചെത്തുന്ന ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോകുന്ന സാധാരണക്കാരായ നമ്മൾക്ക് ഈ വലിയ ഫിലോസഫി കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഈ കുറിപ്പുകളുടെ ഏറ്റവും വലിയ സവിശേഷതയും അതുതന്നെയാണ്. ഇത് വെറുമൊരു തിയറിയിൽ മാത്രം നിൽക്കുന്നില്ല. അപ്പോൾ ഇതിൽ പ്രാക്ടിക്കലായ കാര്യങ്ങളുമുണ്ടോ? ഉണ്ട്. ഇതിന് വളരെ പ്രായോഗികമായ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉത്തരം ഈ കുറിപ്പുകളിലുണ്ട്. നമ്മൾ പലപ്പോഴും നേരിടുന്ന ഒരു വലിയ മാനസിക പ്രശ്നമാണല്ലോ ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി. അതെ, നാളെ എന്ത് സംഭവിക്കും, മറ്റുള്ളവരെന്നോട് എങ്ങനെ പെരുമാറും എന്നൊക്കെയുള്ള ടെൻഷൻ. കൃത്യം. ഇതിനൊരു പരിഹാരം രചയിതാവ് തന്റെ സ്വന്തം ജീവിതത്തിലൊരു അനുഭവത്തിൽ നിന്ന് പറയുന്നുണ്ട്. കനത്ത ഗതാഗതക്കുരുക്കിലൂടെ, അതായത് വളരെ ഹെവിയായിട്ടുള്ള ട്രാഫിക്കിലൂടെ വാഹനം ഓടിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചൊരു തിരിച്ചറിവാണത്. ട്രാഫിക്കിൽ നിന്നോ? അത് ഭയങ്കര കൗതുകകരമാണല്ലോ. സാധാരണ ട്രാഫിക്കിൽ പെട്ടാൽ മനുഷ്യർക്ക് കൂടുതൽ ടെൻഷൻ അടിക്കുകയല്ലേ ചെയ്യാറ്. എന്താണ് ഈ തിരിച്ചറിവ്? അതെ, മുമ്പ് ഈ രചയിതാവും ട്രാഫിക്കിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ വലിയ പേടിയിലായിരുന്നു. റോഡിലെ അപകടങ്ങൾ കാണുമ്പോൾ എപ്പോഴാണ് വേറെ ഏതെങ്കിലും വണ്ടി വന്ന് തന്നെ ഇടിക്കുക, മറ്റുള്ളവർ ട്രാഫിക് നിയമം തെറ്റിക്കുമോ എന്നോർത്ത് എപ്പോഴും ഭയപ്പെട്ടിരുന്നു. നാം എല്ലാവരും പേടിക്കുന്ന കാര്യമാണത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്? മറ്റുള്ളവർ നമ്മളെ എന്തു ചെയ്യും, അവരെങ്ങനെ പ്രതികരിക്കും എന്നോർത്ത് നമ്മൾ എപ്പോഴും ഭയപ്പെടുന്നു. സൈക്കോളജിയിൽ ഇതിന് ലോക്കസ് ഓഫ് കൺട്രോൾ എന്നാണ് പറയുക. ലോക്കസ് ഓഫ് കൺട്രോൾ? അതെ. അതായത് നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ നമ്മുടെ ഊർജം മുഴുവൻ കളയുന്നു. സത്യമാണ്. നമ്മൾക്ക് നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്താണ് നമ്മൾ കൂടുതൽ വിഷമിക്കുന്നത്. മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. തിരിച്ചറിവുണ്ടായി. നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തു ചെയ്യുമെന്നത് നമ്മൾ എത്ര പേടിച്ചാലും നമുക്ക് തടയാൻ കഴിയില്ല. ശരിയാണ്. അതൊക്കെ നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ട ഒരു തിരക്കഥ പോലെയാണെന്നാണ് ഈ കുറിപ്പുകളിലെ ആത്മീയമായ വിശ്വാസം. അതിനാൽ മറ്റുള്ളവർ വന്ന് നമ്മളെ ഇടിക്കുമോ എന്ന് പേടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതില് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒരേ ഒരു കാര്യം എന്താണ്? അത് നമ്മുടെ സ്വന്തം പ്രവൃത്തികളാണ്. അതായത് നമ്മുടെ സ്വന്തം വണ്ടി ശ്രദ്ധിച്ചോടിക്കുക എന്നത്. അതെ. മറ്റുള്ളവർ എന്നെ ഇടിക്കുമോ എന്ന് ഭയപ്പെടുന്നതിന് പകരം
ഞാൻ മറ്റുള്ളവരെ ഇടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതിലേക്ക് അദ്ദേഹം തന്റെ ചിന്തയെ മാറ്റി. വാവ്, അതൊരു ഗംഭീര മാറ്റമാണല്ലോ. ക്കാൾ തന്റെ സ്വന്തം പ്രവർത്തികളിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയപ്പോൾ തനിക്ക് അതുവരെയില്ലാത്ത വലിയൊരു സമാധാനം ലഭിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ശരിക്കും. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ അദ്ദേഹത്തിന് പൂർണ്ണ നിയന്ത്രണമുള്ള കാര്യത്തിലാണ്. അവിടെ ഉത്കണ്ഠയ്ക്ക് സ്ഥാനമില്ല. അത് ശരിക്കും ഒരു കണ്ണു തുറപ്പിക്കുന്ന ചിന്തയാണ്. നമ്മൾ അനാവശ്യമായി ചുമക്കുന്ന വലിയൊരു ഭാരം താഴെ വെക്കുന്നത് പോലെയാണിത്. തീർച്ചയായും. ഇതിനെ എനിക്കൊരു നാടകത്തിലെ അഭിനേതാവിനോട് ഉപമിക്കാൻ തോന്നി. അതായത്, നമ്മളെല്ലാവരും ഒരു വലിയ നാടകവേദിയിൽ നിൽക്കുകയാണെന്ന് കരുതുക. നമ്മുടെ കൂടെ അഭിനയിക്കുന്ന മറ്റു നടന്മാർ അവരുടെ ഡയലോഗുകൾ എപ്പോൾ പറയും, അവർ വേദിയിൽ എങ്ങനെ ചലിക്കും, അവർ ചിലപ്പോൾ ഡയലോഗ് മറന്നുപോകുമോ എന്നതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലല്ലോ. ഇല്ല, ഒരിക്കലും കഴിയില്ല. അവരുടെ തെറ്റുകളെക്കുറിച്ചോർത്ത് പേടിച്ച് വേദിയിൽ നിൽക്കുന്ന ഒരു നടൻ ഉറപ്പായും സ്വന്തം ഡയലോഗ് കൂടി മറന്നുപോകും. ആ നാടകം തന്നെ കുളമാകും. അതെ. എന്നാൽ ആ വേദിയിൽ നമ്മുടെ സ്വന്തം ഡയലോഗുകളും നമ്മുടെ ചലനങ്ങളും പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലാണ്. എന്റെ കൂടെയുള്ളവർ എന്തു ചെയ്താലും എന്റെ ഭാഗം ഞാൻ ഭംഗിയാക്കും. ഞാൻ ശരിയായ കാര്യങ്ങളാണോ ചെയ്യുന്നത് എന്നതിലാകണം ഒരു നല്ല നടന്റെ മുഴുവൻ ശ്രദ്ധയും പതിയേണ്ടത്. വളരെ മനോഹരമായ കൃത്യമായ ഒരു ഉദാഹരണം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ തിരക്കഥ തിരുത്താൻ ശ്രമിച്ച് സമയം കളയുന്നു, അല്ലെങ്കിൽ അവരുടെ അഭിനയം കണ്ടു ഭയപ്പെടുന്നു. അത് നമ്മുടെ മാനസികാരോഗ്യത്തെ തന്നെ നശിപ്പിക്കുന്നു. അതെ. പകരം നമ്മുടെ സ്വന്തം പ്രവൃത്തികളിൽ ശ്രദ്ധിച്ചാൽ, നമ്മൾ ശരിയായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തിയാൽ, അത് നൽകുന്ന മാനസിക സമാധാനം വളരെ വലുതായിരിക്കും. നമുക്കെന്ത് സംഭവിക്കും, മറ്റുള്ളവർ നമ്മോടെന്ത് ചെയ്യും എന്നത് അപ്രസക്തമാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ പരിധിക്ക് പുറത്താണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതുമാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ കുറിപ്പുകളിലൂടെ വളരെ ആഴത്തിലുള്ളൊരു യാത്രയാണ് നടത്തിയത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ പ്രധാനമായും ഓർക്കേണ്ട 3 കാര്യങ്ങൾ ഇവയാണ്. പറയൂ. 1. നിങ്ങൾ ധരിക്കുന്ന ലേബലുകൾക്കോ നിങ്ങളുടെ സ്വത്വങ്ങൾക്കോ അല്ല, മറിച്ച് നിങ്ങളുടെ പ്രവൃത്തികൾക്കാണ് യഥാർത്ഥ വിലയുള്ളത്. 2. നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തെറ്റായ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ നല്ല ഉദ്ദേശങ്ങൾ എന്ന മറ ഉപയോഗിക്കാതിരിക്കുക. തിന്മയെപ്പോഴും തിന്മ തന്നെയാണ്, ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നില്ല. കൃത്യം. 3. നിങ്ങളുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോ മറ്റുള്ളവർ നിങ്ങളോട് എന്തു ചെയ്യുമെന്ന് ഭയപ്പെടുന്നതിനോ പകരം നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികളിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമാധാനം കണ്ടെത്തുക. വളരെ വ്യക്തമായി തന്നെ നിങ്ങളത് സംഗ്രഹിച്ചു. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഫിലോസഫി എന്നത് സ്വന്തം ജീവിതത്തിന്റെ സ്വന്തം പ്രവൃത്തികളുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തം പൂർണ്ണമായും ഏറ്റെടുക്കുക എന്നതാണ്. അതെ. ലേബലുകൾക്ക് പിന്നിലോ നല്ല ഉദ്ദേശങ്ങളുടെ പിന്നിലോ മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് പിന്നിലോ ഒളിക്കാതിരിക്കുക. ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. തീർച്ചയായും. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഈ സ്രോതസ്സുകളിൽ നേരിട്ട് പരാമർശിച്ചിട്ടില്ല, എന്നാൽ ഇതിന്റെ ഒരു തുടർച്ചയായുള്ള ഒരു പുതിയ ചിന്ത കൂടി ഞാൻ പങ്കുവയ്ക്കാം. എന്താണത്? ഈ പ്രവൃത്തിയും കൃത്യമായി അളക്കപ്പെടുന്നുവെന്നും നാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ അതിന് വലിയൊരു പ്രസക്തിയുണ്ട്. ഡിജിറ്റൽ യുഗത്തിലോ? അതെ. നമ്മൾ പലരും സ്വന്തം ഐഡന്റിറ്റി മറച്ചുവെച്ച് വ്യാജ പേരുകളിൽ ഇന്റർനെറ്റിൽ വിഹരിക്കുന്നവരാണല്ലോ. ആരും നമ്മളെ കാണുന്നില്ല എന്ന് വിശ്വസിച്ച് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കമന്റുകളിലും രഹസ്യ പ്രതികരണങ്ങളിലും എന്തു മാറ്റമായിരിക്കും ഈ ചിന്ത കൊണ്ടുവരിക എന്ന് ആലോചിച്ചു നോക്കൂ. വാവ്, അതൊരു ഗംഭീര ചിന്തയാണ്. ആ അദൃശ്യമായ ഡിജിറ്റൽ ഇടങ്ങളിലും നിങ്ങളുടെ ഐഡന്റിറ്റി മാഞ്ഞു പോകുമ്പോൾ ഒടുവിൽ അവിടെ ബാക്കിയാവുക നിങ്ങളുടെ പ്രവൃത്തികൾ മാത്രമായിരിക്കില്ലേ? അദൃശ്യനായ ഒരാൾ നിങ്ങളുടെ ആ പ്രവൃത്തികളും കാണുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ, നിങ്ങളുടെ ഒരു ചെറിയ കമന്റ് മറ്റൊരാൾക്ക് എത്രത്തോളം വേദന നൽകുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കില്ലേ? ഈ ഒരൊറ്റ ചോദ്യം നമ്മുടെ ഓൺലൈൻ ജീവിതത്തെ തന്നെ കൂടുതൽ അർത്ഥവത്താക്കാൻ സഹായിച്ചേക്കാം. അതെ, അത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട വളരെ ശക്തവും ചിന്തോദ്ദീപികവുമായ ഒരു ചോദ്യമാണ്. ആരും കാണാത്തപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം. അതെ, അത് സത്യമാണ്. അപ്പോ ഈ നിമിഷം വരെ ഈ ആഴത്തിലുള്ള വിശകലനത്തിലൂടെ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തതിന് നിങ്ങൾക്ക് നന്ദി. കാര്യങ്ങളെ കാണുന്ന നിങ്ങളുടെ പതിവ് കാഴ്ചപ്പാടുകളെ, വിശേഷിച്ച് നിങ്ങളെ നിർവചിക്കുന്നത് നിങ്ങളുടെ ലേബലുകളല്ല, മറിച്ച് നിങ്ങളുടെ പ്രവൃത്തികളാണ് എന്ന തിരിച്ചറിവിനെ ഈ ചർച്ച അല്പമെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടുതൽ ചിന്തിക്കാനും നിങ്ങളെ തന്നെ ചോദ്യം ചെയ്യാനും
ഈ ചർച്ച നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ. പുതിയൊരു വിഷയവുമായി മറ്റൊരു ചർച്ചയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.